കായ്കളെ കുത്തിനശിപ്പിക്കുന്ന ഈച്ചകൾക്കെതിരെ ഫെറമോൺ കെണി ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫെറമോൺ കെണിയുടെ കൂടുതൽ വിവരങ്ങൾ പ്രഭാകരേട്ടൻ വിവരിക്കുന്നതാണ്. ഇതിൽ എങ്ങനെ ആക്കിയ ഫെറമോൺ ആക്കിയത്? ഇതൊരു നമുക്ക് വിലക്ക് മേടിക്കാൻ കിട്ടുന്നതാണ് ഇതിന്റെ കേക്ക്. ഇത് പഴയ ബോട്ടിലാണ്, കഴിഞ്ഞ കൊല്ലത്തെ ബോട്ടില് പുതിയ കേക്ക് വാങ്ങിച്ച് ഫിറ്റ് ചെയ്തതാണ്. അപ്പൊ കഴിഞ്ഞ കൊല്ലത്തെ ബോട്ടിൽ കഴിഞ്ഞ കൊല്ലത്തെ പുതിയ കേക്കിന്റെ പേരെന്തേ? ഫെറമോൺ കെണി. ഫെറമോൺ കെണി. ഫെറമോൺ അതിന്റെ അകത്താണ് പിന്നെ ഈ ഫെറമോൺ ലൈനി മുക്കി വെച്ചതാണ്. ഫെറമോൺ കെണിയില് ഫെറമോൺ ലൈനി മുക്കി വെച്ചത് അല്ല, ആ കേക്കില് ഫെറമോൺ കെണി എന്ന് പറയുന്നത് ഇത് മൊത്തത്തില് അതിന്റെ വിഷമുള്ള ഫെറമോൺ ഉൾപ്പെടെ ഉള്ളതാണ് ഈ കേക്ക്. ഫെറമോൺ ഉൾപ്പെടെയുള്ളത് അല്ലേ? കേക്ക്. കേക്കിന്റെ അകത്തുള്ള ഈ ഫെറമോണിനെ ആകർഷിച്ചിട്ടാണ് പെണ്ണീച്ച വരിക. പെണ്ണീച്ച അല്ലേ? പെണ്ണീച്ച ഫെറമോൺ ആകർഷിച്ച, അതായത് ആണീച്ച പുറപ്പെടുവിക്കുന്ന ഒരു തരം ഒരു പിന്നെ ഒരു സ്മെല്ലാണത്, ഒരു മണം. ആണീച്ച പെണ്ണീച്ചനെ ആകർഷിക്കാൻ പുറപ്പെടുവിക്കുന്ന ഒരു സ്മെല്ലാണ് ഈ ഫെറമോൺ എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്മെല്ലിനെ ആകർഷിച്ചിട്ട് പെണ്ണീച്ച വരും, ഇണചേരുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ഫെറമോൺ കെണീൻ്റെ ഉള്ളിൽ ആണീച്ചയാണെന്നുള്ള ധാരണ വെച്ചാണ് ഇതിൻ്റെ അകത്തേക്ക് പെണ്ണീച്ച വരുന്നത്. അപ്പോൾ പെണ്ണീച്ച എന്താവും, ഇതിൻ്റെ അകത്ത് ഒരു വിഷ പദാർത്ഥം കൂടിയുണ്ട് ഈ കേക്കില്. അപ്പൊ ഇതിന്റെ അകത്ത് കയറിയാൽ അത് തലചുറ്റി പോകും. തലചുറ്റി വീണ് കഴിഞ്ഞാൽ വീഴുന്നത് സോപ്പിലായനില്ല, അപ്പൊ അത് ചത്തു. അല്ലെങ്കിൽ എന്താ വെച്ചാൽ കുറച്ചു നേരം ഇരുന്ന് ഇങ്ങനെ കളിച്ചിട്ട് ഈ ദ്വാരത്തിലേക്ക് കൂടി പുറത്ത് പാഞ്ഞാളി. അപ്പൊ അത് കഴിയൂല, അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സോപ്പിലായനി വെക്കുന്നത്. അതിൻ്റെ അകത്ത് വീണ് ചത്തുപോകും. സോപ്പിലായനി അല്ലേ? ഫെറമോൺ കെണി അല്ലേ? ഇതുകൊണ്ട് ഗുണമുണ്ടായിട്ടുണ്ട്. ഇതിനെ കൊണ്ട് ഈ ഈച്ചയെല്ലാം ഈ കായിനെ കുത്തുന്ന സാധനമാണ്. ഒരുപാട് ഈച്ച അല്ലേ? ചത്ത് കിടക്കുന്ന ഈച്ചകൾ മുഴുവനും ഈ നമ്മളെ ചെറിയ ഇതിന്റെ പൊട്ടിക്കേണ്ട ചെറിയ കായിനെ കുത്തിയിട്ട് അത് ചീത്തയാക്കും, കേടായി കളിയും. അപ്പൊ അത് ഇനിയൊന്നും കുത്താൻ കഴിയില്ല. പെണ്ണീച്ചയെ നശിപ്പിക്കുന്ന ഫെറമോൺ കെണിയെക്കുറിച്ചുള്ള വിവരണത്തിന് ശേഷം ആൺ ഈച്ചയെ നശിപ്പിക്കുന്നതിനുള്ള ചിരട്ടക്കണി. ആ ചിരട്ടക്കണി വെച്ചിരിക്കുന്നത് ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ്. അപ്പോൾ അതിനെക്കുറിച്ച് അടുത്ത വിവരണം നൽകുന്നതാണ്. ഇതെന്താണെന്ന് വെച്ചാൽ ഇത് ആണീച്ച നശിപ്പിക്കുന്ന കണിയാണ്. ഇത് നമ്മള് പ്ലാസ്റ്റിക് ചിരട്ടക്കണി എന്നാണ് പറയാ. ഇത് നമ്മള് പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചേ ഉള്ളൂ. ചിരട്ടക്കണി അല്ലേ? പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചു അല്ലേ? പ്ലാസ്റ്റിക് ബോട്ടിൽ നമ്മൾ ചെയ്ത് ഇതിന്റെ അകത്ത് വെള്ളം, ശർക്കര പാനിയാണ്, വെള്ളം കുറുക്കിയത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ ആണീച്ച എന്ത് ചെയ്യും, ഈ വെള്ളം മധുരം തിന്ന് കുടിക്കാൻ ഇതിനകത്തേക്ക് വരും. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു മലാത്തിയോൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കീടനാശിനി കൂടി ലേശം ഇതിനകത്ത് ഒഴിക്കും. മലാത്തിയോൺ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ശർക്കരയിൽ ഈ വിഷം അടങ്ങിയ വിഷമായല്ലോ. അതെ. അപ്പോൾ ആ വിഷം
പിന്നെ കുടിച്ചിട്ട് അവിടെ തന്നെ ചത്ത് പോകും. ചത്ത് അതിൻ്റെ അകത്ത് തന്നെ. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ ചിലപ്പം കാണും ചത്ത് കിടക്കുന്നുണ്ടാവും. അതിപ്പം കുറച്ച് ഉയരത്തിലായത് കൊണ്ടാന്ന് മനസ്സിലാവും. അപ്പൊ ഇത് ആണീച്ചേനെ നശിപ്പിക്കാനും മറ്റേത് പെണ്ണീച്ചേനെ നശിപ്പിക്കാനും വേറെ ഒരു കീടനാശിനി ഇതിനെ അടിക്കുന്നില്ല. ഇതിനെ നശിപ്പിക്കാനുള്ള ഒരു ഏറ്റവും നല്ലൊരു മാർഗമാണ് ഇത്. ഇത് നിങ്ങൾ എവിടെ നിന്ന് വാങ്ങിയത്? ഇത് കഴിഞ്ഞ തവണ നമുക്ക് കൃഷിഭവൻ തന്നെ തന്നതാണ് ആ ഫെറമോൺ കണി. അപ്പൊ അതിന്റെ ഒരു 3 മാസത്തെ അതിന് കാലാവധി ഉണ്ടാവും. 3 മാസം കൊണ്ട് അതിന്റെ പിന്നെ സ്മെല്ലെല്ലാം കുറഞ്ഞ് പിന്നെ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, പുതിയ കേക്ക് അടുത്ത കൊല്ലത്തേക്ക് മേടിക്കണം. കേക്ക് മേടിച്ച് ഇതിന്റെ അകത്ത് കെട്ടി തൂക്ക് ചെയ്യാം. കേക്ക് പുറത്തുനിന്ന് കിട്ടും. പുറത്തുനിന്ന് ഇവരെ crossfire.